നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പോസ്റ്റ് ഓഫീസുകൾക്ക് പൂട്ടുവീഴുന്നു. അയർലൻഡിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ അടച്ചുപൂട്ടിയത് 257 പോസ്റ്റ് ഓഫീസുകൾ. കോർക്കിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയത്. പണമൊഴുകുന്ന സംഗീത മേഖല. അയർലൻഡിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകി സംഗീത മേഖല. പ്രതിവർഷം അയർലൻഡിന്റെ ഖജനാവിലെത്തുന്നത് 1 ബില്യൺ യൂറോ. ക്രിമിനലുകളുടെ സ്വത്ത് സർക്കാരിലേക്ക്. കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം മന്ത്രിസഭയ്ക്ക് മുൻപിൽ. നീതിമന്ത്രി ജിമ്മോ കെല്ലഗനാണ് നിയമം മന്ത്രിസഭയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുക. ഓൾ അയർലൻഡ് ഹർലിംഗ് ഫൈനൽ മത്സര ദിനത്തിൽ അധിക സർവീസുകൾ നടത്താൻ ഐറിഷ് റെയിൽവേ. അയർലൻഡിൽ നിത്യചിലവുകൾക്കായി 40% രക്ഷിതാക്കളും കടം വാങ്ങുന്നു. വരുമാനമില്ലാത്തതിനെ തുടർന്ന് കുട്ടികളുടെ ആഗ്രഹങ്ങളും നിറവേറ്റാനാകാതെ മാതാപിതാക്കൾ. ലിമറിക്കിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ 40-കാരൻ അറസ്റ്റിൽ. ഇയാളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. ഡബ്ലിനിലെ ഇന്ത്യൻ വിദ്യാർത്ഥിയെയും പിതാവിനെയും ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് കബളിപ്പിച്ചതായി പരാതി. ഉടുപ്പി സ്വദേശി ശ്രീകാന്ത്, അദ്ദേഹത്തിന്റെ മകൻ സന്ദേശ് എന്നിവരാണ് കബളിപ്പിക്കപ്പെട്ടത്. അയർലൻഡ് വൻ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. സെപ്റ്റംബറിൽ 10 ലക്ഷം വീടുകളിൽ വൈദ്യുതി മുടങ്ങും. ഐറിഷ് റെയിലിന് നാശനഷ്ടമുണ്ടാക്കിയ സംഭവത്തിൽ യുവാവിന് സാമൂഹ്യ സേവനം ശിക്ഷ. 240 മണിക്കൂർ സാമൂഹ്യ സേവനം ചെയ്യാനാണ് കോടതിയുടെ ഉത്തരവ്. ഡബ്ലിനിലെ കിൻസിലിൽ പുതിയ ഭവന പദ്ധതിക്ക് അനുമതി നൽകി ഫിംഗൽ കൗണ്ടി കൗൺസിൽ. പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചു. പാകിസ്ഥാൻ ഭരണം സൈന്യത്തിനോ? പാകിസ്ഥാൻ വീണ്ടും സൈനിക അട്ടിമറിയിലേക്കെന്ന് റിപ്പോർട്ട്. പ്രസിഡന്റ് പദവി നോട്ടമിട്ട് സൈനിക മേധാവി അസിം മുനീർ. യുഎസിൽ ഇന്ത്യൻ വംശജർ മരിച്ചു. യുഎസിലെ അലബാമയിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ത്യൻ വംശജർ മരിച്ചു. ഹൈദരാബാദ് സ്വദേശികളായ വെങ്കട് ബജുഗം, ഭാര്യ തേജസ്വിനി, മക്കളായ സിദ്ധാർത്ഥ്, മരിഡ എന്നിവരാണ് മരിച്ചത്. മെഡിക്കൽ കോളേജാക്കി മാറ്റാം. 220-ലേറെ കിടക്കകളുള്ള സർക്കാർ ആശുപത്രികളെ മെഡിക്കൽ കോളേജാക്കി മാറ്റുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. കേരള സർവകലാശാലയിൽ SFI പ്രതിഷേധം. സർവകലാശാല ആസ്ഥാനം വളഞ്ഞ് പ്രവർത്തകർ. പോലീസ് പ്രതിരോധം മറികടന്ന് സെനറ്റ് ഹാളിലേക്ക് SFI പ്രവർത്തകർ ഇരച്ചുകയറി. വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്തുവെന്ന പരാതി. IPL ടീം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പേസർ യാഷ് ദയാലിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ്. ലാറയെ മറികടക്കുന്നത് തടഞ്ഞു. ബ്രയാൻ ലാറയുടെ ടെസ്റ്റ് റെക്കോർഡ് മറികടക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞത് പരിശീലകൻ ഷുക്രി കോൺറാഡ്. തുറന്നു പറഞ്ഞ് ദക്ഷിണാഫ്രിക്കൻ താരം വിയാൻ മുൾഡർ. മഴ വരുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉഷ്ണതരംഗത്തിന് സാധ്യത. അയർലൻഡിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് അയറാൻ. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 28 ഡിഗ്രി വരെ ഉയരുമെന്നും മെറ്റ് അയറാൻ. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.